ഉദയാസ്തമയത്തിൽ കവിത ഒക്കെ രചിക്കുന്നവരും ചിത്രം വരയ്ക്കുന്നവരുമാണ്. പക്ഷെ അത് വാസ്തവമാണോ? പാരമാർത്ഥിക തലത്തിൽ അത് വാസ്തവമല്ല. അപ്പം സൂര്യൻ പറഞ്ഞാലോ, ഞാൻ ഉദിക്കുന്നുമില്ല അസ്തമിക്കുന്നുമില്ല എന്ന്. അപ്പം അത് ഏത് കോണ്ടസ്റ്റിലാണ് നമ്മൾ എടുക്കുക? അതുപോലെ ഭഗവാൻ പറയുകയാണ്, എന്താ പറയുന്നത്, നിനക്കും എനിക്കും ഒരുപാട് ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സത്യം പല നാമരൂപാദികളായി പ്രകടമായിട്ടുണ്ട്, നമ്മളറിയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ ഞാൻ അറിയുന്നു, നീ അറിയുന്നില്ല എന്ന് പറയുമ്പം നിനക്കും അതറിയാം. നിനക്കത് അറിയണമെങ്കിൽ നീ കേവലം നാമരൂപാദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഒരു കാലത്തുണ്ടായി നിലനിന്ന് ഇല്ലാതെയാകുമെന്ന് കരുതുന്ന ശരീരവുമായി ബന്ധപ്പെട്ടാണ് നീ നിന്നെ വിലയിരുത്തുന്നതെങ്കിൽ സാധ്യമല്ല അർജുന. അപ്പം അങ്ങനെ അത് സാധ്യമാണോ? സാധ്യമാണ്. അവിടേക്ക് നമ്മളിപ്പോൾ ഓരോ രീതിയിൽ നമ്മളെ വിലയിരുത്തുന്നില്ലേ? ഞാൻ ഇന്ന ആളാണ് എന്ന് നമ്മൾ ജാതിയായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ പറയും ഞാൻ ഇന്ന ജാതിക്കാരനാണ്. മതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഞാൻ ഇന്ന മതസ്ഥനാണ്. ഞാൻ തടിച്ചവനാണ്, നീളം കൂടിയവനാണ്, കുറഞ്ഞവനാണ്, കറുത്തവനാണ്, വെളുത്തവനാണ്. ഞാൻ വക്കീലാണ്, ഡോക്ടറാണ്, എഞ്ചിനീയറാണ്, സ്വാമിയാണ്. ഞാൻ ദരിദ്രവാസിയാണ്, ഞാൻ സമ്പന്നനാണ്, ഞാൻ രോഗിയാണ്, ദുഃഖിതനാണ്, സന്തോഷവാനാണ്. ഇതൊക്കെ ഏത് നിലയിലാണ് നമ്മൾ പറയുന്നത്? പലതുമായി നമ്മൾ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത്. അതൊന്നും ശാശ്വതവുമല്ല. ഈ ദരിദ്രവാസിയാണെന്ന് പറയുന്ന ആൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ദരിദ്രവാസിയാണോ അയാൾ? സമൂഹം അയാളെ അങ്ങനെ കാണും, കോടീശ്വരൻ എന്നാണ് കാണുക. അപ്പോൾ പറഞ്ഞു വരുന്നത്, കൃഷ്ണൻ ഇത് പറയുമ്പോൾ നമ്മൾ ഉടനെ ശിവകാശി കലണ്ടറിൽ ഒരു കൃഷ്ണനെ കണ്ടിട്ടുണ്ട്, അമർ ചിത്രകഥയിൽ കണ്ടിട്ടുണ്ട്, എന്നിട്ട് ആ കൃഷ്ണൻ എങ്ങനെ ഇത് പറയണു? അങ്ങനെയുള്ള ചോദ്യങ്ങളും ഇതിലൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നിങ്ങളതൊന്ന് ശ്രദ്ധ വേണം. ശ്രദ്ധ ഉണ്ടെങ്കിലേ അത് മനസ്സിലാവും ഏത് കോണ്ടസ്റ്റിലാണ് ഇത് പറയുന്നത്, എവിടെ നിന്നാണ് പറയുന്നത്.